വഴിത്തർക്കത്തിനിടെ ബന്ധുക്കളുടെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. മരണകാരണം മർദ്ദനമെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത്. മലപ്പുറം കുറ്റിപ്പുറം മൂടാൽ സ്വദേശി മുഹമ്മദ് കുട്ടിയാണ് മരിച്ചത്. പരിക്കേറ്റ മുഹമ്മദ് കുട്ടി ഒരാഴ്ചയോളമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഡിസംബർ 18-നാണ് മുഹമ്മദ് കുട്ടിക്ക് മർദ്ദനമേറ്റത്. സഹോദരന്റെ മക്കൾക്കെതിരെ കുറ്റിപ്പുറം പോലീസ് കേസെടുത്തിരുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അഷ്കർ അലി കരിമ്പാട് നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ, പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ബന്ധുക്കൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചികിത്സയിലായിരുന്ന വയോധികനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള നടപടികൾ എങ്ങനെ? ഡിസംബർ 18-നാണ് വളാഞ്ചേരി കുറ്റിപ്പുറം മൂടാൽ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് കുട്ടി 74-കാരനായ മുഹമ്മദ് കുട്ടിക്ക് ക്രൂരമായ മർദ്ദനമേൽക്കുന്നത്. സഹോദരൻ്റെയും അതുപോലെ തന്നെ സഹോദരൻ മക്കളുടെയും ഭാഗത്തു നിന്നാണ് ഈ അക്രമം ഉണ്ടാകുന്നത്. ഈ മർദ്ദനത്തിന് കാരണമായി പറയുന്നത് വഴിത്തർക്കം മൂലം രണ്ടും കുടുംബങ്ങളും തമ്മിൽ വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടപടികൾ പുരോഗമിക്കുകയും ചെയ്യാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തോട്ടത്തിൽ നിന്നും അവിടെ നിന്നുള്ള ഫലങ്ങൾ അത് വണ്ടിയിൽ കയറ്റി തേങ്ങ അടക്കമുള്ള വണ്ടിയിൽ കയറ്റി വരുമ്പോഴാണ് ഇത്തരത്തിൽ ഈ മുഹമ്മദ് കുട്ടിക്ക് നേരെ മർദ്ദനം ഉണ്ടായത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സലാം എന്ന് പറയുന്ന സഹോദരൻ്റെ മകൻ മുഹമ്മദ് കുട്ടിയെ പിടിച്ച് തള്ളുകയും പിന്നീട് അവിടെ വെച്ച് തന്നെ നിലത്തിട്ട് ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്, സ്ക്രീനിൽ കാണാവുന്നതാണ്. ആ ദൃശ്യങ്ങളിൽ അത്തരത്തിൽ ശക്തമായ മർദ്ദനം സലാമിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് അവിടെ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ മറ്റൊരു മകൻ കൂടിയായിട്ടുള്ള അഷ്കറും ക്രൂരമായ രീതിയിൽ ഈ മുഹമ്മദ് കുട്ടിയെ മർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ബൂട്ടിട്ടടക്കം ചവിട്ടിയതിനു ശേഷമുണ്ടായ മർദ്ദനത്തിൽ ഈ മുഹമ്മദ് കുട്ടിയുടെ നട്ടലിനടക്കം ക്ഷതമേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. തുടർന്ന് ആദ്യഘട്ടത്തിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ MS ആശുപത്രിയിലും ഉൾപ്പെടെ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മുഹമ്മദ് കുട്ടി. കഴിഞ്ഞ ദിവസമാണ് മരിക്കുന്നത്. ഈ ഡിസംബർ 18 മുതൽ ഇല്ലെങ്കിൽ ഇത്രയും ദിവസവും ഈ മർദ്ദനമേറ്റ മൂലം ശരീരത്തിലുണ്ടായ പരിക്കുകൾ കൊണ്ട് ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. അതിൻ്റെ ഈ മർദ്ദനം തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത്തരമൊരു ആരോപണമാണ് ഇപ്പോൾ ബന്ധുക്കൾ ഉയർത്തുകയും ചെയ്യുന്നത്. ക്രൂരമായ മർദ്ദനം മുഹമ്മദ് കുട്ടിക്ക് ഏറ്റു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തു. എന്നാൽ മർദ്ദനം തന്നെയാണോ മരണത്തിന് കാരണമായത് എന്നതിൽ വ്യക്തത വരാനുണ്ട്. കുറ്റിപ്പുറം പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന നിലപാട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അക്കാര്യത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. വയോധികനായതുകൊണ്ട് തന്നെ മറ്റാരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഹൃദയാഘാതമടക്കമുള്ള മറ്റാരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മർദ്ദനെ തുടർന്ന് ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ ആരോഗ്യാവസ്ഥ ഗുരുതരമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മർദ്ദനം തന്നെയാണോ മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. നിലവിൽ ആ ക്രൂരമായ മർദ്ദനം ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ വസ്തുതയാണ്. മാത്രമല്ല അടിപിടി കേസിൽ ഈ സഹോദര മക്കളായ സലാമിനും അഷ്കറിനുമെതിരെ കുറ്റിപ്പുറം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മരണത്തിലേക്ക് നയിച്ചു എന്നുള്ള കുടുംബത്തിൻ്റെ ആരോപണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ സ്ഥിരീകരിക്കാനാവൂ. സുജിയ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം? അഷ്കർ അലി, പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ ഇപ്പോൾ തന്നെ? സുജ, ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുറ്റിപ്പുറം പോലീസും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ ഇന്ന് തന്നെ നമുക്ക് ലഭിക്കും. വലിയ തോതിൽ മർദ്ദനം ഉണ്ടായതുകൊണ്ട് തന്നെ മർദ്ദനം ഒരുപക്ഷെ പിന്നീട് ഗുരുതരാവസ്ഥയിലേക്ക് ആരോഗ്യത്തെ എത്തിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ വയോധികനായതുകൊണ്ട് തന്നെ ഗുരുതരമായ പരിക്കുകൾക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾക്കൊക്കെ പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. പക്ഷേ ന്യൂമോണിയ അടക്കം പിന്നീട് ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ ഗുരുതരമായ രോഗാവസ്ഥ ഈ മുഹമ്മദ് കുട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കൂടെയൊക്കെ വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. എന്തായാലും ക്രൂരമായ മർദ്ദനം ഉണ്ടായെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ബന്ധുക്കൾ മർദ്ദനം തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ആരോപണം ഇപ്പോൾ മുഹമ്മദ് കുട്ടിയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. സുജ, ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.